മട്ടി നമുക്കൊരു ബീഫ് ബിരിയാണിയാണ് സെറ്റ് ചെയ്താലോ? എങ്ങനെ ഉണ്ടാവും? ബിരിയാണിയുടെ മസാല നമ്മൾ തന്നെ സ്പെഷ്യലായിട്ട് പൊടിച്ചുണ്ടാക്കും കേട്ടോ. ജസ്റ്റ് വറുത്ത് പൊടിച്ചെടുക്കും. പിന്നെ കുറച്ച് വെജിറ്റബിൾസാണ്: ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ചപ്പ്, പുതിന, ക്യാരറ്റ്, നാരങ്ങ. ഫസ്റ്റായിട്ട് അണ്ടിമുന്തിരി വറുത്തെടുക്കുക. പിന്നെ അതേ എണ്ണയിൽ തന്നെ കുറച്ച് സവാള നൈസായി എറിഞ്ഞത് അതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. എന്നിട്ട് മൂന്നൊന്ന് മാറ്റി വെക്കുക. അത് നമുക്ക് ലാസ്റ്റാണ്. പിന്നെ വലിയൊരു ചെമ്പിൽ, അതായത് നമ്മൾ ദമ്മിടുന്ന ചെമ്പിൽ ഫ്രൈ ചെയ്ത അതേ എണ്ണനെ ഉപയോഗിച്ചിട്ട് നമ്മൾ കുറച്ച് സവാള വാട്ടിയെടുക്കുക. 5-6 സവാള. ഓക്കെ, ഉള്ളി അത്യാവശ്യം ഒന്ന് വാടിക്കോട്ടെ കേട്ടോ. പിന്നെ അതിക്ക് വേണ്ട ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഫ്രഷാക്കി എടുത്തതും തക്കാളി ആഡ് ചെയ്യുക. നല്ലോണം ഇളക്കി കൊടുക്കുക. അത് അടുപ്പത്തിരിക്കട്ടെ. നമുക്ക് ബീഫ് സെറ്റാക്കാം. മല്ലി, മുളക്, മഞ്ഞൾ, ഉപ്പ്, കുറച്ച് ബീഫ് മസാല മിക്സ് ചെയ്തിട്ട് കുക്കറിൽ ഒരു 5 വിസിലാണ് അടിക്കട്ടെ. വീണ്ടും നമുക്ക് മസാലയിലേക്ക് വരാം. കുറച്ച് തൈര് ആഡ് ചെയ്യാം. അത്യാവശ്യം നല്ലോണം അതിലൊന്ന് മിക്സ് ആക്കുക. പിന്നെ ചപ്പ്, പുതിന രണ്ടും ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ നമ്മളെ ബിരിയാണി മസാല അത് 2 സ്പൂണ്. ഉപ്പ് മറക്കരുതേ. അപ്പോൾ നമ്മൾ റൈസ് വാഷ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ ബീഫ് കുക്കർ 5 വിസിലടിച്ച് മാറ്റിയതിൽ പകരം നമ്മൾ റൈസിനുള്ള ചെമ്പ് വെക്കുക. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഒഴിച്ചെടുക്കുക. പിന്നെ കുറച്ച് ബിരിയാണി മരുന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് അതൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഒന്നും നോക്കണ്ട, വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ അത്യാവശ്യം വെള്ളം ഒഴിക്കണം. നമ്മൾ ഊറ്റിയെടുക്കണം, വറ്റിക്കല്ല. കുറച്ച് ഉപ്പിടുക, എന്നിട്ട് തിളക്കട്ടെ. വീണ്ടും നമ്മൾ ബീഫിലേക്ക് 5 വിസിലടിച്ച ബീഫ്. ഓക്കെ, അത്യാവശ്യം വന്നിട്ട് അത് മസാലയ്ക്ക് മിക്സ് ചെയ്യുക. ഉപ്പും മുളകൊക്കെ നമുക്കിപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, കമ്മി ഉണ്ടെങ്കിൽ ഇട്ടിടുക. റൈസിനുള്ള വെള്ളം തിളച്ചു. അതിലേക്ക് ക്യാരറ്റ്, മല്ലിച്ചപ്പ്, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തെടുത്ത് നല്ലോണം തിളച്ചതിന് ശേഷം നമ്മൾ റൈസ് ആഡ് ചെയ്യണേ. ഒരു 5, 6, 7 മാക്സിമം 8 മിനിറ്റ് ആകുമ്പോഴത്തേന് ഏകദേശം ഒരു 80% റൈസ് വേവും. നമുക്ക് 80% വേവ് മതി, കാരണം ഈ മസാലയുടെ മേലേക്ക് ദമ്മിടാനുള്ളതാണ് റൈസ്. ഓക്കെ, റൈസ് അപ്പോൾ സെറ്റാണ്. അപ്പോൾ നമുക്ക് ഊറ്റിയെടുക്കാം. പിന്നെ മുന്നും നോക്കണ്ട, നമ്മൾ ബീഫിൻ്റെ മേലേക്ക് നമ്മൾ ദമ്മിടാൻ പോവാണ് 2 ലെയറായിട്ട്. മട്ടിച്ച് ശ്രദ്ധിക്കണില്ലേ, ദമ്മിൻ്റെ മേലേക്ക് ഇടുമ്പോൾ കുടഞ്ഞിടണം കേട്ടോ. ആരെയൊക്കെ ഒന്ന് വേറിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. റൈസിൻ്റെ വേവ് കറക്റ്റ് ആയിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ദമ്മ് കിടന്നാൽ ബിരിയാണി കഞ്ഞിയായിട്ട് കുടിക്കേണ്ടി വരും. അങ്ങനെ പ്രശ്നമുണ്ട്. നമ്മൾ 1ാമത്തെ ലെയർ ഏകദേശം തീരുമാനമായി. നമുക്കതിൻ്റെ മേലെ 1ാമത്തെ ലെയറിൻ്റെ മേലെ നമുക്ക് ചെറിയൊരു ഡെക്കറേഷൻ ഉണ്ട്. മല്ലിച്ചപ്പ്, പുതിന, ഫ്രൈ ചെയ്ത ഉള്ളി, അതേപോലെ അണ്ടിമുന്തിരി ജസ്റ്റ് ഒന്ന് നിരത്തി കൊടുക്കുക. പിന്നെ നമ്മൾ സ്പെഷ്യൽ ബിരിയാണി മസാല ഒരു 1/2 സ്പൂണ് ജസ്റ്റ് ഒന്ന് വിതറി കൊടുക്കുക. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ലെയർ ഇടാണ്. സെക്കൻഡ് ലെയറും ഏകദേശം സെറ്റായി. ലെയർ സെറ്റായി കഴിഞ്ഞാൽ ആദ്യത്തെ പോലെ തന്നെ ഫ്രൈഡ് ഉള്ളി, മല്ലിച്ചപ്പ്, പുതിന, അണ്ടിമുന്തിരി, പിന്നെ നമ്മൾ സ്പെഷ്യൽ മസാല 1/2 സ്പൂണ് വിതറി കൊടുക്കുക. പിന്നെ അപ്ലൈ ചെയ്യേണ്ടത് RKG ആണ്. RKG കട്ടായതുകൊണ്ട് നമ്മളത് റൈസിൽ വെക്കണം. ഇതിപ്പോൾ പൊട്ടിക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് അപ്ലൈ ചെയ്യണം. ഓക്കെ, സാധനം സെറ്റായി. 20 മിനിറ്റ് ദമ്മിൽ കിടക്കട്ടെ. ദമ്മോട് സെറ്റാവട്ടെ. നമുക്കൊരു സാലഡ് ഉണ്ടാക്കാം. മറ്റേ പൊട്ടിക്കാൻ കേട്ടോ. സാധനം സെറ്റാട്ടോ. മറ്റേ നല്ല സ്മെല്ലുണ്ട്. ഇനി ഇത് കണ്ടിട്ട് ഇങ്ങോട്ട് ഒന്നായിട്ട് റിയാദിൽ നിന്ന് ഇങ്ങോട്ട് പാഞ്ഞ് വരാൻ നിൽക്കണ്ട. കുറച്ച് RKG അപ്ലൈ ചെയ്തതിന് ശേഷം റൈസ് വേറെ ചെമ്പിലേക്ക് ജസ്റ്റാണ് മാറ്റി കൊടുക്കുക. ഓക്കെ, കുടഞ്ഞിട്ടിടുക. റൈസ് നമ്മൾ ഫുള്ളായിട്ട് മാറ്റി. പക്ഷേ 2 കഷ്ണം ബീഫ് എടുത്തിട്ട് ഞാൻ കുറച്ച് സാമ്പിളൊക്കെ ഉണ്ട്. ഒന്നും വിചാരിക്കരുത് അവിടെ തന്നെ നിന്നും അറിയാതിൽ. ബിസ്മില്ല, ഞാനൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ. സോറിടാ, ഒടുക്കത്തെ ടേസ്റ്റ് ആയി. ഒരു രക്ഷയില്ല കേട്ടോ.